1985 സ്റ്റീവ് ജോബ്സിനെ ആപ്പിളിൽ നിന്ന് പുറത്താക്കുവാണ്. പുറത്താക്കിയത് സ്റ്റീവ് ജോബ്സിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും അന്നത്തെ ആപ്പിളിന്റെ CEO ആയിരുന്നു സ്കള്ളി ആയിരുന്നു. അതിന് സ്കള്ളി എന്ന് പറഞ്ഞ കാര്യം സ്റ്റീവ് ജോബ്സ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അടുത്ത ലെവൽ പ്രൊഡക്റ്റ് ആണ്, അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് വേണ്ട പ്രൊഡക്റ്റ് ആണെന്നായിരുന്നു. 1997 ഇതേ സ്റ്റീവ് ജോബ്സിന്റെ മുന്നിൽ ആപ്പിൾ മുട്ടുകൊത്തുകയാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ആപ്പിളിൽ നിന്ന് ഇറങ്ങിയ ശേഷം സ്റ്റീവ് ജോബ്സ് പോയിട്ട് നെക്സ്റ്റ് തലമുറയ്ക്ക് വേണ്ടിയുള്ള പുതിയ കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്ന നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. 97 ആപ്പിൾ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ആപ്പിളിന് മനസ്സിലായി ആര് വേണം, സ്റ്റീവ് ജോബ്സ് ആപ്പിളിൽ വേണമെന്ന്. പക്ഷെ സ്റ്റീവ് ജോബ്സിന് ഒരിക്കലും വിളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആപ്പിൾ $425 മില്യൺ 1997 സ്റ്റീവ് ജോബ്സിന്റെ നെക്സ്റ്റ് എന്ന കമ്പനി വാങ്ങി. ആ കമ്പനി വാങ്ങിയതോടുകൂടി സ്റ്റീവ് ജോബ്സ് വീണ്ടും ആപ്പിളിലേക്ക് എത്തിപ്പെടുകയാണ്. തന്നെ തകർത്ത് വിട്ടെടുത്തേക്ക് തന്നെ വീണ്ടും രാജാവായിട്ട് സ്റ്റീവ് ജോബ്സ് എത്തുകയാണ്. 1997 നിന്നും തുടങ്ങിയ കഥയാണ് ഇന്ന് നിങ്ങൾ കാണുന്ന ആപ്പിളിന്റെ സക്സസ് സ്റ്റോറി. ആപ്പിളിന്റെ മുഴുവൻ പ്രൊഡക്റ്റുകളും 97 വീണ്ടും തിരിച്ചെത്തിയ ശേഷം താൻ എവിടെ നിർത്തിവെച്ചോ അവിടെ നിന്ന് തന്നെ സ്റ്റീവ് ജോബ്സ് തുടങ്ങി. ആ സക്സസ് ആണ് ഇന്ന് നിങ്ങൾ ലോകം മുഴുവൻ കാണുന്ന വലിയ ബ്രാൻഡ് ആപ്പിൾ.